ഭീഷ്മരാകരുത്. അച്ഛന് വാക്ക് നൽകി, ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന്. അച്ഛന് വിവാഹം കഴിക്കണമെന്നതുകൊണ്ടായിരുന്നു ആ വാക്ക് നൽകിയത്. നദിയിൽ കുളിക്കുകയായിരുന്ന അവളെ കണ്ട് അച്ഛന് മോഹം തോന്നി. ഹിന്ദി സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അവൾ വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. പെൺകുട്ടിയുടെ അച്ഛനും മിടുക്കനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത്ര വലിയൊരു മകൻ ഇവിടെ നിൽക്കുമ്പോൾ സിംഹാസനം അവന് കിട്ടും. നീ വയസ്സായി വരികയാണ്, സിംഹാസനത്തിൽ ഇവനിരിക്കും. ഞാൻ എന്റെ മകളെ നൽകിയാൽ ഈ പാവത്തിന് എന്തു കിട്ടാനാണ്? അങ്ങനെ അച്ഛൻ വിഷമിച്ച് തിരിച്ചു വന്നു. നോക്കൂ, കാമം എന്ത് ചെയ്യുമെന്ന്. അച്ഛൻ ഭീഷ്മരുടെ അടുത്ത് വന്ന് സങ്കടത്തോടെ പറഞ്ഞു, മകനെ, കാര്യങ്ങൾ ശരിയാകുന്നില്ല. എന്റെ മകളുടെ മക്കൾക്ക് രാജ്യം കിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഭീഷ്മർ എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കൂ. പുരാണങ്ങളിൽ ഭീഷ്മരെ എല്ലാവരും പുകഴ്ത്തും. അച്ഛൻ മോഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കുന്ന മകനാണ് ഭീഷ്മരെന്ന് പറയും. ഇതാണോ യഥാർത്ഥത്തിൽ പുത്രധർമ്മം? ആ നിമിഷം തന്നെ മഹാഭാരതം ഉറപ്പായി. കാരണം ഒരാൾ തെറ്റായ ഒരു പ്രതിജ്ഞ എടുത്തു. സ്വന്തം കണ്ണിൽ അദ്ദേഹം നല്ല മകനായെങ്കിലും സത്യത്തിൽ നിന്നും അദ്ദേഹം ഒരുപാട് അകന്നുപോയി. അവസാനം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. ഒരു വലിയ യുദ്ധത്തിന് അദ്ദേഹം കാരണക്കാരനായി.